പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജി കോഡ് നമ്പർ 333 എന്ന സബ്ജക്റ്റിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് ആണ്. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഫോളോ ചെയ്യാൻ കഴിയില്ല. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൽ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ മോഡലാണ് ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1 മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. സോഷ്യോളജി എന്ന് പറയുന്നത് 80 മാർക്കാണ് തിയറി പരീക്ഷ വരുന്നത്. അതിന്റെ 33% 26 മാർക്കാണ് എഴുതി പാസ്സാവേണ്ടത്. എന്നാൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്ക് തന്നെ എഴുതി ഉണ്ടാക്കണം. എക്സാം ടൈം ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ്. 3 മണിക്കൂർ പരീക്ഷയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ മലയാളത്തിൽ എഴുതുന്നവരും നമ്മുടെ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, കാരണം അതിന്റെ ഓപ്ഷൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. പിന്നെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെ ഒക്കെ എന്ത് ചെയ്യാം, മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 1A എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. വിച്ച് എമംഗ് ദി ആട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ ഗുണവിശേഷങ്ങളായി കണക്കാക്കുന്നത് ഏത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആ 3 ഓപ്ഷൻസും സമൂഹത്തിന്റെ ഗുണവിശേഷങ്ങളാണ്. ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻഷിയേഷൻ, ഇഷ്ടങ്ങളും വ്യത്യാസങ്ങളും, ഇന്റർ ഡിപെൻഡൻസ്, പരസ്പര ആശ്രയത്വങ്ങൾ വരുന്നുണ്ട്, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, സഹകരണവും തർക്കങ്ങളും, ഇതെല്ലാം വരും. അപ്പൊ അതിന്റെ ആൻസർ D ആണ്. A, B യും C പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ D, ഓൾ ഓഫ് ദം. മുകളിലുള്ള എല്ലാതും പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. 1-ൽ B ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, 1-ൽ A കഴിഞ്ഞ് B ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ആൾ റെസ്പെക്ട് ഓഫ്, ഇതിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളത് ഏതാണ്? ആൻസർ കോപ്പറേഷൻ, സഹകരണമാണ്. സഹകരണം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്നാൽ കോപ്പറേഷനും കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ പറ്റൂല, തർക്കങ്ങളാകുമ്പോൾ പറ്റൂല, കോൺഫ്ലിക്റ്റ് ആണെങ്കിലും പറ്റൂല, കോപ്പറേഷൻ ആണ് എന്റെ ആൻസർ. ഇനി 2A, വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻഡോഗിനസ് ഫാക്ടർ സോഷ്യൽ സയൻസ്, സാമൂഹ്യ മാറ്റത്തിനെ സ്വാധീനിക്കുന്ന എൻഡോജിനസ് ഫാക്ടർ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ C ആണ്. ചേഞ്ച് ഡ്യൂ ടു ഇന്ററാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബൈ യങ് ആൻഡ് ഓൾഡ്. ചേഞ്ച് ഡ്യൂ ടു ഇന്ററാക്ഷനിലൂടെ ചേഞ്ച് വരുന്നു, അതുപോലെ തന്നെ തർക്കങ്ങൾ വരുന്നു. ബീങ് യങ് ആൻഡ് ഓൾഡ്, യങ് ആളുകളിലും ഓൾഡ് ആളുകളിലാണ് അത് വരുന്നത്. അടുത്ത ചോദ്യം 2B ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഡെമോഗ്രാഫിക് ഫാക്ടർ ഓഫ് സോഷ്യൽ. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ജനശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് എ ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ജനശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ. സാമൂഹ്യ മാറ്റത്തിന്റെ ഫലമായി ജനശാസ്ത്രപരമായിട്ട് ജനസംഖ്യ രൂപത്തിൽ എണ്ണത്തിട്ടപ്പെടാത്ത ഘടകം ഏത്? ആൻസർ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പാണ്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്കൊക്കെ നമുക്ക് എന്താണ് ജനസംഖ്യ ഈ കണക്കാക്കാൻ പറ്റുന്നതാണ്. ബർത്ത് റേറ്റ് ഒക്കെ നമുക്ക് എന്താണ് ശതമാന രൂപത്തിൽ കണക്ക്, സൈസ് ഓഫ് പോപ്പുലേഷൻ അങ്ങനെ. ഇൻഫ്ലേഷൻ ആണ് ഒരു ജനസംഖ്യാ ശാസ്ത്രപരമായി കണക്കാക്കപ്പെടാത്ത ഘടകമാണ് നാണ്യപ്പെരുപ്പ്, ഇൻഫ്ലേഷൻ. ഇനി 3ാമത്തെ ചോദ്യമാണ്. ചൂസ് കൈൻഡ് ഓഫ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി ആണ്. ഏതാണ് ഇതിൽ ശരിയായ ആശയം? ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ മെഡിക്കൽ ഫെസിലിറ്റീസുകളും സാനിറ്ററി കണ്ടീഷൻസ് ഒക്കെ വികസിക്കുന്നുണ്ട്. അതിന്റെ കാരണം സംസ്കാരമാണോ, ഡെമോഗ്രാഫിക് ആണോ, ടെക്നോളജി ആണോ, എക്കണോമി? ഉത്തരം C ആണ്. ടെക്നോളജി വളരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ നമ്മുടെ വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മളുടെ മെഡിക്കൽ ഫെസിലിറ്റീസും ജനസംഖ്യ വളരുമ്പോൾ അവിടെ ടെക്നോളജി വളരുന്നുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസും സാനിറ്ററി കണ്ടീഷൻസും ഒക്കെ മാറ്റം വരും. ഇനി 4ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് മോസ്റ്റ് മാച്ച് വില്ലേജ് ലൈഫ്, ഗ്രാമപ്രദേശ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രത്യേകതമായ കാരണം എന്താണ്? ഇൻഡിവിജ്വലിസം, ഒറ്റയായിട്ടുള്ള ആളാണോ? അല്ലല്ലോ, ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് തെറ്റാണ്. അർബൻ ഓറിയന്റഡ്, നഗരമല്ല. ഗ്രൂപ്പായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. ഗ്രാമാന്തരീക്ഷത്തിൽ ഒരുപാട് കുടിലുകൾ ഉണ്ടാവും, അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഫീലിംഗ് ഉണ്ടാവും. മ്യൂച്വൽ കോപ്പറേഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടാവും. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. C ആണ്.
ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻഡ് എലമെന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും, സമുദായം സമൂഹം തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഘടകം ഏതാണെന്നുള്ളത്. അതിന്റെ ആൻസർ സി ആണ്, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഒരു നിശ്ചിത പ്രദേശം വേണമെന്നുള്ളതാണ്. ഇനി 6 A ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ആൻസർ ഫ്രണ്ട്ഷിപ്പാണ്. ബന്ധുത്വം എന്നാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്, അതിലല്ലാത്തപ്പെട്ടതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 6 B, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിലാറ്ററൽ കിങ് ഗ്രൂപ്പ്. അല്ലേ, യൂണിലാറ്ററൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏക ബന്ധു എന്നൊക്കെ പറയില്ല നമ്മള്, അതാണ്. അതിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ഉത്തരം. കിൻഡേഡ്, ബന്ധുക്കളാണ്. സി ആണ് ആൻസർ. ഇനി 7ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ആർ ദ എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ. എഡ്യൂക്കേഷണൽ അഴിമതിയായി അറിയപ്പെടുന്ന ഏതാണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ള അഴിമതിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ബ്രൈബിംഗ് എക്സാമിനർ ആണ്. ആൻസർ സി ആണ്, കൈക്കൂലി കൊടുക്കുക എക്സാമിനേഴ്സിന്. അടുത്തത് 8A, വിച്ച് ആർ ദ ഫാക്ടർ ടേക്കൺ ടു അക്കൗണ്ട് ദ മെഷർ ദി ഹ്യൂമൻ പോവർട്ടി. അല്ലെ, ഹ്യൂമൻ പോവർട്ടി മനുഷ്യ ദാരിദ്ര്യം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണെന്നല്ല. അതിന്റെ ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ആൻസർ ഡി ആണ്. അതായത് ലോഞ്ചിവിറ്റി വരും, ദീർഘായുസ് വരും, നോളേജ് വരും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഇനി 8 B ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കം അണ്ടർ നാച്ചുറൽ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ പോവർട്ടി. അപ്പൊ 8 2 ക്വസ്റ്റ്യൻസിന്റെ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ, ഈ എയും ബിയും പറയുന്നത് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താണ്. ഏതാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ പോവർട്ടി? അല്ലെ, ദാരിദ്ര്യത്തെ ആശ്രയിക്കുന്ന നാച്ചുറൽ ഘടകം ഏതാണ്? ആൻസർ ഫ്ലഡ്, വെള്ളപ്പൊക്കാണ്. ഇനി 9ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ എസെൻഷ്യൽ കണ്ടീഷൻ എ കാസ്റ്റ് മസ്റ്റ് ഓർഡർ ബെനിഫിറ്റ് ഫ്രം സംസ്കൃതേഷൻ. അല്ലെ, ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം? കാസ്റ്റ്, ജാതി മുറുകെ പിടിക്കുന്നതിലൂടെ സംസ്കൃതവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആൻസർ അതില് എയും ബിയും സി എല്ലാം പെടും. ഇറ്റ് ഷുഡ് ബി ടച്ചബിൾ സ്റ്റാറ്റസ് വരുന്നുണ്ട്, ബെറ്റർ എക്കണോമിക്, നല്ലൊരു സാമ്പത്തികപരമായ കണ്ടീഷൻസ് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് മേക്ക് എ ക്ലൈം ടു മെമ്പർഷിപ്പ് ഇൻ ടു ഹൈ കാസ്റ്റ്, പ്രൊപ്പഗേറ്റ് സം സ്റ്റോറി കേട്ടോ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി 10ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷ് അർബൻ ലൈഫ് ഫ്രം റൂറൽ ലൈഫ്. ഏതാണ് നഗര ജീവിതവും ഗ്രാമപ്രദേശവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പ്രത്യേകത എന്താണ്? ആൻസർ എ ആണ്, അനോണിമിറ്റി, അജ്ഞാതത്വമാണ്. അല്ലെങ്കിൽ 10 B ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ അല്ലാത്ത ഏതല്ലേ? സി കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സാമ്പിൾ അല്ലാത്തത് ബിയും സിയും പാടെ കൂടിയതാണ്. അപ്പൊ ആൻസർ ഡി ആണ്, വില്ലേജും ടൗണും ആണ് കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ അല്ലാത്തത്. സിറ്റിയാണ് കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ. ഇനി 11 A, ഇല്ലിറ്ററസി ഇസ് എ കേഴ്സ് ഓഫ് മോഡേൺ സൊസൈറ്റി. അല്ലെ, നിരക്ഷരത എന്ന് പറയുന്ന ഒരു ശാപമാണ് ആധുനിക സമൂഹത്തിന്. അതിന് കാരണം എന്താന്നുള്ളതാണ്. അതിന് കാരണം എയും ബിയും സിയും പെടും. അതിൽ അജ്ഞത വരുന്നുണ്ട്, അതേപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം വരുന്നുണ്ട്, ഡിപ്രിവേഷൻ വരുന്നുണ്ട്, ഇല്ലായ്മ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിന് കാരണമാണ്, ഈ നിരക്ഷരതയ്ക്ക് ശാപമാണ്. ഇനി 11 B വരുന്നുണ്ട്. എ അറിയാത്തവർക്ക് ബി എഴുതാം. ഹൗ മെനി സ്റ്റേജ് പോപ്പുലേഷൻ എക്സ്പെക്ടഡ് ബിഫോർ പോപ്പുലേഷൻ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ്. ജനസംഖ്യ സ്ഥിരമായി നിൽക്കുന്നതിന് മുമ്പായിട്ട് പോപ്പുലേഷൻ എക്സ്പെർട്ട് ആകുന്നത് എത്ര സ്റ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. 3 സ്റ്റേജ് എന്നുള്ള ആൻസർ സി. ഇനി 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഫീച്ചർ ഓഫ് വെസ്റ്റേണൈസേഷൻ. പാശ്ചാത്യവൽക്കരത്തിന് ഉദാഹരണം, അതിന്റെ പ്രത്യേകത അല്ലാത്ത ഏതാന്നുള്ളത്. ഉദാഹരണം അവോയ്ഡിങ് യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഒഴിവാക്കുകയാണ്, മോഡേൺ കമ്മ്യൂണിക്കേഷനും മാസ് മീഡിയ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വെസ്റ്റേണൈസേഷന്റെ പ്രത്യേകത അല്ല എന്നുള്ളതാണ്. ഇനി 13 ഷെഡ്യൂൾഡ് ട്രൈബ്, ST വിഭാഗം എവിടെയാണ്? അല്ലെ, താഴ്ന്ന വിഭാഗം, അത് ഹിൽ ഏരിയയിലും ഫോറസ്റ്റ് ഏരിയയിലും മലയോര മേഖലകളിലാണ്. ഇനി 13 B ആണ്, ട്രഡീഷണലി ട്രൈബൽ എക്കണോമി വാസ്
ട്രൈബൽ എക്കണോമി എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് ആണ്, ഒരു സ്ഥിരതയുള്ള ആളുകളാണ്. സി ആണ് അതിന്റെ ആൻസർ. 14ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ സ്യൂട്ടബിൾ മീൻസ് ബൈ വിച്ച് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആസ് എംബോട്ട് കാൾഡ് ലോവർ കാസ്റ്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള മീൻസ് ഡെമോക്രാറ്റിക് അല്ലെ, ജനസംഖ്യാപരമായുള്ള വികേന്ദ്രീകരണം ഏതിന് ശാക്തീകരണമാകുന്നുണ്ട്? ലോവർ കാസ്റ്റ്. അതിന് പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ ആൻസർ ബി ആണ്. എംപവർമെന്റ് ബൈ ശാക്തീകരണത്തിലൂടെ എന്താണ്? മാനേജിങ് ലോക്കൽ സെൽഫ് ഗവേണൻസ് ആണ്. അവിടെ ലോക്കൽ സെൽഫ് ഗവേണൻസിന് മാനേജ് ചെയ്യുന്നുണ്ട് വില്ലേജിലുള്ള. ആസ് എ റിസൾട്ട് റിസർവേഷൻ ഓഫ് പഞ്ചായത്ത് രാജിന് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി 15 ചെയ്യാണ് വിച്ച് വെർ ദ എക്കണോമിക് ആക്ടിവിറ്റി ട്രൈബ് വിഭാഗത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം എന്താ? ഉദാഹരണം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്. അവരുടെ ഉപജീവന മാർഗം എന്താണ്? ഹണ്ടിങ്, വേട്ടയാടലും ഈ മീൻപിടുത്തൊക്കെയാണ്. അടുത്ത 15B ആണ്. ഹാഫ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ റിസൈഡ് മിഡിൽ ഇന്ത്യൻ റീജിയൻ കംപ്രൈസിംഗ് ഓഫ് സ്റ്റേറ്റ് അല്ലെ. ഈ ട്രൈബൽ പോപ്പുലേഷൻസ് മിഡിൽ ഇന്ത്യൻ റീജിയന്റെ പകുതി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്? ആൻസർ സി ആണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ്